ഞാൻ യൂട്യൂബിൽ ഈ ലോങ് വീഡിയോ ഇടുന്ന ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും റീൽസൊക്കെ ഭയങ്കര എന്നാൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് യൂട്യൂബിൻ്റെ ലോങ് വീഡിയോ വരുമ്പോൾ ടപ്പേ എന്ന് പറയുമ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്ക് ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡിന്നർ ഉണ്ടാക്കണ്ട. ഞങ്ങളുണ്ടല്ലോ ആദർശന് ലാസ്റ്റ്, അതായത് ആദർശന് ഷിഫ്റ്റ് കഴിയുന്ന ദിവസം എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കും, അങ്ങനെയാണ് പതിവ്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലാസ്റ്റ് ഡേ കഴിയുന്ന ദിവസം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കും. എനിക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ ലഞ്ച് ഉണ്ടാക്കണം, ആ ഒരു പരിപാടി മാത്രമേ ഇന്നുള്ളൂ. ഞാൻ വിചാരിക്കുന്നു ചപ്പാത്തി ഉണ്ടല്ലോ, അവക്കാഡോ ഇരിപ്പുണ്ട്. അപ്പം അവക്കാഡോ ചപ്പാത്തിനകത്ത് സ്റ്റഫ് ചെയ്ത് ക്യാരറ്റും ചിക്കനൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്തൊരു റോൾ പോലെ ആക്കി കൊണ്ടുപോകാം. ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ നാളത്തേക്കുള്ള മാവും കൂടെ ഞാൻ എക്സ്ട്രാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. കുക്കിങ്ങിൽ ആദ്യം പഠിച്ചത് ചപ്പാത്തി ഉണ്ടാക്കാനാണ്. പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും കറക്റ്റ് റൗണ്ട് വരത്തേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞ കുറേ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് സ്ക്വയർ ആയിരിക്കും. പോരാ തന്നെ ഒരു ഓട്ടം കൂടെ വീണിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്ന ഉടനെ വാഷിംഗ് മെഷീൻ ഇട്ടായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് വാഷ്റൂം ഇരിക്കുന്നത്. അതിനകത്താണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. കേൾക്കുന്നില്ലെന്ന്, പക്ഷെ എനിക്ക് നന്നായിട്ട് കേൾക്കാം. വീഡിയോയിൽ വരുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ എപ്പോഴും നേരത്തെ ഇടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ ഒരു 2 നില വീടാണ്. അപ്പം താഴെ ഒരു അമ്മൂമ്മ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മൂമ്മയാണെങ്കിൽ ഇപ്പോഴും പറയും 11 മണിക്ക് ശേഷം ശബ്ദം ഒച്ചയൊന്നും പാടില്ല എന്നൊക്കെ പറയും. ഇവിടെ നിന്ന് ഒരു ശബ്ദവും കേൾക്കരുത്, TV ഒച്ചയ്ക്ക് ഇടാൻ പാടില്ല, നമ്മൾ വാക്യൂം ചെയ്യാൻ പാടില്ല, ശബ്ദമൊക്കെ കേൾക്കും. പക്ഷെ അമ്മൂമ്മ ഓണറൊന്നുമില്ല, താമസിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് താഴെ. അങ്ങനെ കുറേ നിബന്ധനകളുണ്ട് ഈ അമ്മൂമ്മയ്ക്ക്. അങ്ങനെ അതൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ 6:30 കഴിഞ്ഞ് മിക്സി പോലും അരക്കില്ല. ഒരു 7 മണിക്ക് കഴിഞ്ഞാൽ മിക്സി അരക്കൽ ഭയങ്കര കുറവാണ്. എങ്ങാനും അമ്മമ്മ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലോ. ഇന്നലത്തെ അവക്കാഡോ ക്യാരറ്റ് അത്ര മതി, വലിയ ആർഭാടൊന്നും വേണ്ട. ഇത് ഫ്രോസൺ ചിക്കനാണ് കേട്ടോ. ഞാൻ ഫ്രോസൺ ചിക്കൻ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വെച്ചത് ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഫ്രോസൺ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിനുള്ളിൽ സ്റ്റഫ് ചെയ്യണം. യൂഷ്വലി ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഇതേപോലെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെല്ലമൊക്കെ കഴിക്കൂട്ടാം. ഇന്നിപ്പോൾ കഴിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആദർശേട്ടൻ വരുമ്പോൾ ഫുഡ് മേടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കഴിച്ചെൻ്റെ വയർ നിറച്ച് വെച്ച് ഞാൻ അത് കഴിച്ചില്ല എന്ന് പറഞ്ഞ് എനിക്ക് വഴക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ അമ്മേനൊക്കെ വിളിക്കും. ഇതിപ്പോൾ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മേനെ വിളിക്കാൻ പറ്റുള്ള. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും എൻ്റെ യൂട്യൂബ് നെയിം മാറ്റണമെന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഇടയ്ക്ക് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചീൻ്റെ ചാനലിൻ്റെ സെയിം പേര് വേറെ എന്തോ ഉണ്ട്, അത് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ, ശരിക്കും ഇങ്ങനെ ഉണ്ടോയെന്ന്. പക്ഷേ എനിക്കത് ലൈക്ക് അത്ര ആക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പേര് മാറ്റാനൊരു പേടിയാണ്. ഞാൻ ഇടയ്ക്കുണ്ടല്ലോ, ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു പേര് മാറ്റിയിട്ട് എൻ്റെ വ്യൂസ് ഒന്നും ഇല്ലാണ്ട് കുത്തനെ താഴപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പേര് മാറ്റേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പുതിയ സാധനം സ്പെഷ്യൽ ലവ് ഗുരു. ലവ് ഗുരുവോ? ഇത് രാവിലെ ആഴ്ച മറ്റേ നമ്മളെപ്പോഴും മേടിക്കണ തന്തൂരി ചിക്കൻ ആയിരിക്കും മേടിക്കണേ. പിടിച്ചില്ലേ? അല്ല അല്ല അല്ല, പറഞ്ഞതന്നെ ഉള്ളൂ. പഴുക്കാത്ത അവക്കാഡോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ പറയാൻ തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സീരിയസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇല്ല സത്യമായിട്ട് ഞാൻ അവര് മണി അതിന് 9:30 പോലും ആയിട്ടില്ല. കുഴപ്പമില്ല, തുണിയിടാം, അടുത്ത സെറ്റ് ഇടാം. അവര് വരില്ല. ഇതെന്തോ വെറൈറ്റി പിസ ആണെന്നോ പറഞ്ഞത്, അറിയില്ല. ഇതിൽ പനീറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താണെന്ന് കഴിച്ചു നോക്കണം.
അപ്പോൾ ഇനി ഞാൻ തളർന്നുപോയി. ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി ഇനി ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, ഉറങ്ങണം. ഇത്രയൊക്കെ തന്നെയാണ്. ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റുകുറ്റങ്ങൾക്കാണെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ തിരുത്തുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, പൊളിക്കുക. അപ്പം ശരി.